ലോഗോസ് ബൈബിൾ ക്വിസ് 2025 മൂന്നാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. മോസ്റ്റ് ലൈക്ലി MCQs ഫ്രം ലൂക്ക് ചാപ്റ്റേഴ്സ് 21 and 22. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ഈ ക്വിസ് ആരംഭിക്കാം. ബൈബിൾ ക്വിസിന് മുമ്പുള്ള പ്രാർത്ഥന. സ്നേഹനാഥനായ ഈശോയെ, ലോഗോസ് ബൈബിൾ ക്വിസിനായി തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങളെ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21, 22 അധ്യായങ്ങളിലെ പഠന ഭാഗങ്ങൾ നന്നായി ഓർക്കുവാനും എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ വചനത്തോട് ചേർന്ന് നിൽക്കുവാനും ഞങ്ങളുടെ എളിയ ജീവിതം അങ്ങേക്ക് ഇഷ്ടമുള്ളതാക്കി തീർക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഒന്നാമത്തെ ചോദ്യം: പട്ടണത്തിലുള്ളവർ അവിടം വിട്ടു പോകട്ടെ, ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. ലൂക്ക 21:21. ഏത് പട്ടണമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: യൂദയ, ജെറുസലേം, ജെറീക്കോ, നസറത്ത്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ജെറുസലേം. ലൂക്ക 21:20 നമ്മളത് കാണുന്നത്. ജെറുസലേമാണ്. രണ്ടാമത്തെ ചോദ്യം: ലൂക്ക 21 യേശു പറയുന്ന ഉപമകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: 2, 0, 1, 3. ലൂക്ക 21 യേശു പറയുന്ന ഉപമകളുടെ എണ്ണം. അതിൻ്റെ ഉത്തരം സി, 1. ഒരു ഉപമ മാത്രമേ പറയുന്നുള്ളൂ. ലൂക്ക 21:29 അത്തിമരത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഉപമയാണല്ലോ. മൂന്നാമത്തെ ചോദ്യം: എന്ത് നിമിത്തം നിങ്ങളെ എല്ലാവരും ഉപേക്ഷിക്കുമെന്നാണ് യേശു ലൂക്ക 21:17 പറയുന്നത്? ഓപ്ഷൻസ്: എൻ്റെ ശിഷ്യരായ നിമിത്തം, ദൈവമക്കളായ നിമിത്തം, എൻ്റെ നാമം നിമിത്തം, അനുസരണക്കേട് നിമിത്തം. എന്ത് നിമിത്തം നിങ്ങളെല്ലാവരും ഉപേക്ഷിക്കും? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, എൻ്റെ നാമം നിമിത്തം. എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങൾ ഉപേക്ഷിക്കുമെന്നാണ്. അടുത്തത് ചോദ്യം, നാലാമത്തേത്: പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് നേടും എന്നാണ് ലൂക്ക 21:19 പറയുന്നത്? പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ. ഓപ്ഷൻസ്: നിങ്ങളുടെ ജീവനെ, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ എതിരാളികളെ, നിങ്ങളുടെ മക്കളെ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, നിങ്ങളുടെ ജീവനെ. നിങ്ങളുടെ ജീവനെ, അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, പൂരിപ്പിക്കുക. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ലൂക്ക 21:1. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഡാഷ് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ഒരു വിധവ, ജനങ്ങൾ, ചുങ്കക്കാർ, ധനികർ. ഈ 4 വിഭാഗത്തിൽപ്പെട്ട ആരാണ് നേർച്ചയിടുന്നതായിട്ട് കണ്ടതെന്നാണ് ലൂക്ക 21:1 പറയുന്നത്? അതിൻ്റെ ഉത്തരം ഡി, ധനികർ. ധനികരാണ് നേർച്ചയിടുന്നതായിട്ട് യേശു കണ്ടത്. ആറാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ഡാഷ് വലത്തുവശത്തിരിക്കും. ലൂക്ക 22:69. ഓപ്ഷൻസ്: സ്വർഗീയ ദൂതന്മാരുടെ, സകല വിശുദ്ധരുടെയും, ദൈവശക്തിയുടെ, സൃഷ്ടാവിൻ്റെ. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ഡാഷ് വലതുവശത്തിരിക്കും. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ദൈവശക്തിയുടെ ആണ് എന്നുള്ളതാണ് അവിടെ ഉത്തരവായിട്ട് കിട്ടുന്നത്. ദൈവശക്തിയുടെ വലതുവശത്ത്. ഏഴാമത്തെ ചോദ്യം, ലൂക്ക 22:36 സ്വന്തം കുപ്പായം വിറ്റ് എന്തു വാങ്ങട്ടെ എന്നാണ് യേശു പറയുന്നത്? സ്വന്തം കുപ്പായം വിറ്റ് എന്തു വാങ്ങട്ടെ എന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: വടി, വാൾ, കുന്തം, എണ്ണ.
സ്വന്തം കുപ്പായം വിറ്റ് എന്തു വാങ്ങട്ടെ? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, വാൾ. വാൾ വാങ്ങട്ടെ എന്നാണ് യേശു പറയുന്നത്. അതാണ് അതിൻ്റെ ഉത്തരം, വാൾ. അടുത്തത് ആറാമത്തെ ചോദ്യം, എട്ടാമത്തെ ചോദ്യം. ഇൻഫാക്ട് ലൂക്ക 22 ഏത് തലക്കെട്ടിലാണ് യേശു ദൈവരാജ്യത്തെക്കുറിച്ച് 2 തവണ പരാമർശിക്കുന്നത്? ഏത് തലക്കെട്ടിലാണ് യേശു ദൈവരാജ്യത്തെക്കുറിച്ച് 2 തവണ പരാമർശിക്കുന്നത് 22-ാമത്തെ അധ്യായത്തിൽ? പുതിയ ഉടമ്പടി, ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു, പണവും വാളും കരുതുക, ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നു. ഏത് തലക്കെട്ടിലാണ് നമ്മൾ കാണുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പരാമർശം? ഉത്തരം എ, പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. ലൂക്ക 22, 16, 18 വാക്യങ്ങൾ. 9ാമത്തെ ചോദ്യം, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്ന് യേശു പറയുന്നത് ആരോട്? ഓപ്ഷൻസ്: യൂദാസ്കറിയാത്തയോട്, ശിമയോൻ പത്രോസിനോട്, പ്രധാനാചാര്യനോട്, ന്യായാധിപ സംഘത്തോട്. നാല് പേരിൽ ആരാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ശിമയോൻ പത്രോസിനോടാണ് യേശു ഇങ്ങനെ പറയുന്നത്. ലൂക്ക 22:31. 10ാമത്തെ ചോദ്യം, യേശുവിനും ശിഷ്യന്മാർക്കും പെസഹ ഭക്ഷണം ഒരുക്കിയത് ആര്? പത്രോസും യോഹന്നാനും, യാക്കോബും യോഹന്നാനും, അന്ത്രോസും ഫിലിപ്പോസും, പത്രോസും യാക്കോബും. യേശുവിനും ശിഷ്യന്മാർക്കും പെസഹ ഭക്ഷണം ഒരുക്കിയത് ആര്? പത്രോസും യോഹന്നാനും, യാക്കോബും യോഹന്നാനും, അന്ത്രോസും ഫിലിപ്പോസും, പത്രോസും യാക്കോബും. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ, പത്രോസും യോഹന്നാനും. ലൂക്ക 22, 8, 13 വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. May God bless you all. Thanks for watching. If you enjoyed this video, please take a moment to like, share and subscribe. Let us work together to spread this message. See you in the next edition. Till then, it is goodbye from Joseph for JJ Logos 316. Hope and pray you are all doing really well in the quiz preparations. The quiz is scheduled for September 2025, the last Sunday of the month. May God bless each one of us to do well in this. Those who have not started preparing, please do start so that you can do very well. Thank you.